Hello everyone, welcome to Kids Area Online Class 3 EVS exam ആയിരുന്നു. EVS exam നല്ലതുപോലെ എഴുതിയായിരുന്നു എല്ലാവരും? Yes. Question paper കണ്ടാലോ? കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG, UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ടീച്ചർ ഇതിന്റെ ആൻസർ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ പാരൻസിന് ക്വസ്റ്റ്യൻ കാണാൻ ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ആൻസർ എഴുതിയിട്ട് ടീച്ചർ ഇതിന് ശേഷം എക്സാമിന് ശേഷം ഇടുന്നുണ്ട് കേട്ടോ. ഒന്നാമത്തെ ആക്ടിവിറ്റി 1A 1B ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് എഴുതാനുള്ളതായിരുന്നു. അതിൽ പ്രവർത്തനം 1 ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത് പ്ലാന്റ്സ് പ്രിപ്പയർ ഫുഡ് ദേ നീഡ് ഇൻ സ്റ്റെം. ചെടികൾക്ക് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് തണ്ടിൽ വെച്ചാണ്. ഇൻ ദിസ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫാൾസ്, ഇത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത്. ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് തന്നെ അറിയാലോ. തണ്ടിൽ വെച്ചാണോ? നോ, അല്ല. ഓക്കെ. ബി ക്വസ്റ്റ്യൻ, examine the picture 1 and 2. What changes will occur in the mashittan plants after 2 days? Write the reason. ചിത്രങ്ങൾ പരിശോധിക്കുക. 2 ദിവസങ്ങൾക്ക് ശേഷം ചിത്രം 1ലെയും ചിത്രം 2ലെയും മഷിത്തണ്ട് ചെടികൾക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? പിക്ചർ 1 എന്ന ഈ മഷിത്തണ്ടിനും പിക്ചർ 2ലെ മഷിത്തണ്ടിനും എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഇതാണ് രണ്ടാമത്തെ ഇതിലെ 1ലെ ബി ആക്ടിവിറ്റി. ഓക്കെ. സി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് റൂട്ട് സ്റ്റെം ടു ദ പ്ലാന്റ്സ്? രണ്ടാമത് ചോദിച്ചത് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ്. അതായത് ചെടികൾക്ക് ഉള്ള പ്രയോജനങ്ങളാണ്. ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രയോജനം. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് റൂട്ട് ആൻഡ് സ്റ്റെം ടു ദ പ്ലാന്റ്സ്? ചെടികളിലെ ഈ വേരും തണ്ടും കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? ഇപ്പോൾ റൂട്ടിന്റെ എന്താണ് റൂട്ടിന്റെ ബെനിഫിറ്റ്, സ്റ്റെമ്മിന്റെ ബെനിഫിറ്റ്, അതിവിടെ എഴുതണം. ഓക്കെ. ഇതായിരുന്നു പ്രവർത്തനം 1A. അടുത്ത അല്ലെങ്കിൽ പ്രവർത്തനം 1B എഴുതിയാൽ മതി. പ്രവർത്തനം ആക്ടിവിറ്റി 1B വരുന്നത് ലീവ്സ് ഫ്ലവേഴ്സ്, ഇലകൾ പൂക്കൾ എന്നാണ്. ഇവിടെ കുറച്ച് ഇലകൾ നൽകിയിട്ടുണ്ട്. ഒബ്സർവ് ദ ലീവ്സ് ഗ്രീൻ എബവ് ആൻഡ് നോട്ട് ദെയർ പെക്യുലാരിറ്റീസ്. ഇവിടെ നൽകിയിട്ടുള്ള ഈ ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഇലകൾ നിരീക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം? അതിന്റെ സവിശേഷതകൾ എഴുതണം. പെക്യുലാരിറ്റീസ് എഴുതണം. അതിന്റെ പ്രത്യേകതകൾ എഴുതണം. അതായിരുന്നു ആക്ടിവിറ്റി 1Bയിലെ എ ക്വസ്റ്റ്യൻ. ആക്ടിവിറ്റി 1Bയിലെ ബി ക്വസ്റ്റ്യൻ, പുട്ട് ക്രോസ് അഗൈൻസ്റ്റ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഗിവൻ ബിലോ. തെറ്റായിട്ടുള്ളതിന് നേരെ ക്രോസ് കൊടുക്കുക ഉള്ളതാണ്. ഫ്ലവേഴ്സ് ആർ ഓഫ് ഡിഫറെന്റ് കളേഴ്സ്. പൂക്കൾ പല നിറത്തിലുണ്ട്. ശരിയാണ്. ഓൾ പ്ലാന്റ്സ് ബൂം. എല്ലാ ചെടികളും പൂക്കുന്നു. ശരിയാണോ? നോ. ഫ്ലവേഴ്സ് ദാറ്റ് ബ്ലൂം അറ്റ് നൈറ്റ് ഹാവ് ഫ്രാഗ്രൻസ്. രാത്രിയിൽ വിടരുന്ന പൂക്കൾക്ക് മണമുണ്ട്. യെസ്, ശരിയാണ്. ഓൾ ഫ്ലവേഴ്സ് ഡു നോട്ട് ബിക്കം ഫ്രൂട്ട്സ്. എല്ലാ പൂക്കളും കായായി മാറുന്നില്ല. ശരിയാണ്. എല്ലാ പൂക്കളും കായാവുന്നില്ല. അപ്പോൾ ഏതാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്? ഓൾ പ്ലാന്റ്സ് ബ്ലൂം. എല്ലാ ചെടികളും പൂക്കുന്നു എന്ന് പറഞ്ഞതാണ് തെറ്റ്. അപ്പോൾ അവിടെ ക്രോസ് മാർക്ക് കൊടുക്കുക. നെക്സ്റ്റ് എന്താണ് നോക്കാം. റൈറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവേഴ്സ്. പൂക്കൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എഴുതുക എന്നുള്ളതായിരുന്നു അടുത്തത്. പൂക്കൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എഴുതുക, അതായിരുന്നു 1Bയിലെ സി ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ആക്ടിവിറ്റി റെയിൻ റെയിൻ റെയിൻ, മഴ മഴ മഴ. ചാൻസസ് ഫോർ ഹെവി റെയിൻസ് ഇൻ ദ സ്റ്റേറ്റ്. ചേഞ്ച് ഇൻ റെയിൻ അലർട്ട്. യെല്ലോ അലർട്ട് ഇൻ എറണാകുളം, ഇടുക്കി ഡിസ്ട്രിക്ട്. വൗ, എ റിലീഫ് ഫ്രം ദ ഹീറ്റ്. റെയിൻ അഗൈൻ ഇൻ കേരള. അലർട്ട് ഇൻ സെവറൽ ഡിസ്ട്രിക്ട്. ചൂടിന് ആശ്വാസം കിട്ടിയിട്ടുണ്ട്. വീണ്ടും എന്താണ്? മഴ വന്നു. എറണാകുളം ജില്ല, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടാണ്. ഇങ്ങനെയുള്ള ന്യൂസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാണ് അല്ലേ. നെയിം ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ റെയിൻഫോൾ.
ഈ മഴയുടെ അളവ് കണക്കാക്കുന്നതിനുള്ള ഉപകരണം ഏത് എന്നതായിരുന്നു എ ചോദ്യം. ബി ചോദ്യം, നെയിം ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ റെയിൻഫോൾ. നമ്മുടെ ഇത് തന്നെയാണ് കേട്ടോ, സെയിം തന്നെയാണ്, എ ക്വസ്റ്റ്യൻ തന്നെയാണ്. ബി ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഫോർ മേക്കിംഗ് ആൻ ഇൻസ്ട്രുമെന്റ് using the materials available home to measure the amount of rainfall that you receive. നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് ലഭിക്കുന്ന മഴയുടെ അളവ് കണ്ടെത്താനായിട്ട് വീട്ടിൽ ലഭ്യമായ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട്, സാമഗ്രികൾ ഉപയോഗിച്ച് മഴ അളക്കുന്ന ഒരു ഉപകരണം, ആ ഒരു ഇൻസ്ട്രുമെന്റ് നിർമ്മിക്കുന്ന രീതി എഴുതുക. ഇതാണ് ബി ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ചസ് ഒക്കർ ഇൻ അവർ സറൗണ്ടിങ്സ് ആഫ്റ്റർ റെയിൻ. മഴയ്ക്ക് ശേഷം നമ്മുടെ പരിസരത്തുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രവർത്തനം, ക്രീച്ചേഴ്സ് ഫീച്ചേഴ്സ്, ജീവികളും സവിശേഷതകളും. വാട്ട് ആർ ദ ബോഡി ഫീച്ചേഴ്സ് ഓഫ് ഹെർബിവോർസ് ആൻഡ് കാർണിവോർസ്. സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും പ്രത്യേകതകൾ എഴുതാൻ വേണ്ടിയിട്ടാണ്, സവിശേഷതകൾ എഴുതാനാണ്. അതിൽ ബി ക്വസ്റ്റ്യൻ, the body features of two creatures based on how they catch their prey are given below. Identify the creatures and write their name. ഇവിടെ താഴെ നൽകിയിട്ടുണ്ട്, അതിൻ്റെ സവിശേഷത തിരിച്ചറിഞ്ഞിട്ട് അത് ഏത് ജീവിയാണെന്ന് പറയണം. ഒന്നാമത്തത്, ഫ്ലാറ്റ് ബീക്സ് ഹെൽപ്പ് ടു ഹോൾഡ് ഫിഷ് ഇൻ ദെയർ മൗത്ത്. ഈ പരന്ന ചുണ്ടുള്ളത് കൊണ്ട് മീനുകളെ വായ്ക്കുള്ളിലാക്കാൻ വേണ്ടി സഹായിക്കുന്നു. രണ്ടാമത്, they use their rapid sticky tongues to catch their prey. അതായത് അതിവേഗം പുറത്തേക്ക് ഇങ്ങനെ നീട്ടുന്ന, ഒട്ടിച്ചെടുക്കുന്ന നാക്കുണ്ടല്ലോ, നാവ് ഇങ്ങനെ പുറത്തേക്ക് പെട്ടെന്ന് വെളിയിലിട്ടിട്ട് ആഹാരത്തെ പിടിച്ചെടുക്കുന്നില്ലേ, അത് നാക്കിൽ ഇരയെ കൊടുക്കുന്നില്ലേ, അതാണ് രണ്ടാമത് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന ഫ്രോഗ് കിങ് ഫിഷറാണ് എ ഓപ്ഷൻ. ബി ഓപ്ഷൻ ക്രൊക്കഡൈൽ ഡക്ക് എന്നാണ് പറയുന്നത്. സി ഡക്ക് ഫ്രോഗ് എന്നാണ് പറയുന്നത്. ഡി ക്രൊക്കഡൈൽ കിങ് ഫിഷർ എന്നാണ് പറയുന്നത്. ഇതിൽ ആദ്യം എന്താണ്? ഫ്ലാറ്റ് ആയിട്ടുള്ള ബീക്കുള്ളത് ആർക്കാണ്? ഡക്കിനാണ്. ഇവിടെ നാക്ക് വെളിയിലിട്ടിട്ട് പെട്ടെന്ന് പിടിച്ചെടുക്കുന്ന, ഇരയെ പിടിച്ചെടുക്കുന്ന ആരാണ്? ഫ്രോഗാണ്. അപ്പോൾ ഡക്ക് ഫ്രോഗാണ് ആൻസർ കേട്ടോ. ടീച്ചർ ആൻസർ പിന്നെ പറയാം, പറഞ്ഞു എന്നേ ഉള്ളൂ. ആക്ടിവിറ്റി 4 നോക്കാം. നാലാമത്തെ ആക്ടിവിറ്റിയിൽ 4A-യും 4B-യും ഉണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ആക്ടിവിറ്റി 4 വരുന്നത് ഫ്ലട്ടറിങ് കളർഫുൾ വിങ്സ്. A question, the children have decided to set up a butterfly garden in the school's biodiversity park. Name the suitable plants that can be grown there. സ്കൂളിലെ ജൈവ വൈവിധ്യ പാർക്കിൽ ശലഭോദ്യാനം ഒരുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ബട്ടർഫ്ലൈ ഗാർഡൻ. അപ്പോൾ അതിന് ഏതൊക്കെ ചെടികളാണ്, അതിന് ബട്ടർഫ്ലൈ വരാൻ വേണ്ടി അനുയോജ്യമായ ചെടികൾ ഏതൊക്കെയാണ് നട്ട് വളർത്തേണ്ടത്? ബി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഈസ് നോട്ട് ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈക്ക് ഇല്ലാത്തത്, പൂമ്പാറ്റകൾ അല്ലാത്ത ജോഡി ഏതാണ്? ബട്ടർഫ്ലൈ അല്ലാത്ത പേഴ്സ് ഏതാണ്? ഇവിടെ പറയുന്നുണ്ട് ടോണി കോസ്റ്റർ, കോമിൻ പീറോട്ട്, ബ്ലൂ ടൈഗർ, ക്രിംസൺ റോസ്, കോമൺ മോർമൺ, മലബാർ ബാൻഡഡ് പീകോക്ക്, ആനറാഞ്ചി, അടുത്ത് മഞ്ഞക്കറുപ്പൻ. ആനറാഞ്ചി, മഞ്ഞക്കറുപ്പൻ ഉണ്ട്. പിന്നെ അതുപോലെ CABCD, ഇതിൽ രണ്ടും ബട്ടർഫ്ലൈ അല്ലാത്തത്, പേർ പൂമ്പാറ്റകളല്ലാത്ത ജോഡി ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അതിൽ സി ക്വസ്റ്റ്യൻ, ദ ലൈഫ് സൈക്കിൾ ഓഫ് എ ബട്ടർഫ്ലൈ ഈസ് ഗിവൺ ബിലോ. ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിൾ നൽകിയിട്ടുണ്ട്. ഫിൽ ഇൻ ദ മിസ്സിംഗ് സ്റ്റേജ് ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്. എഗ് മുതൽ ബട്ടർഫ്ലൈ വരെ ഉണ്ട്. ഇതിൽ ഫിൽ ചെയ്യാനാണ്, കറക്റ്റ് ശരി ഉത്തരം കണ്ടെത്തി എഴുതാനാണ്. 4B ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ്. Read the passage given below. The creatures around us and their food habits are different. Animals like cows, goats, and deer are herbivores. Animals like lion, tiger, and cats are carnivores. But some animals eat both plants and meat. Such animals are known as omnivores. Crows, humans, and ants are animals with such a diet. Humans provide cooked vegetarian food to cats and dogs, and they are considered carnivores. Now, complete the list given below by including more creatures you know. Carnivores ഇവിടെ നൽകിയിട്ടുണ്ട്, herbivores ഉണ്ട്, omnivores ഉണ്ട്.
അപ്പോൾ ഇവിടെ എന്താണ് ഹെർബിവോഴ്സ് എന്ന് നൽകിയിട്ടുണ്ട്, ഒംനിവോഴ്സ് എന്നാണ് നൽകിയിട്ടുണ്ട്, കാർണിവോഴ്സ് എന്നാണ് നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളതല്ലാതെ നിങ്ങൾക്ക് അറിയാവുന്നത് എന്ത് ചെയ്യണം, ഇവിടെ എഴുതണം. നിങ്ങൾക്ക് അറിയാവുന്ന ക്രീച്ചേഴ്സിന്റെ പേര്, ജീവികളുടെ പേര് ഇവിടെ എഴുതണം. അതിൽ ബി ക്വസ്റ്റ്യൻ, മാർക്ക് against the statement related to the food habits of creatures. ക്രീച്ചേഴ്സിന്റെ ഫുഡ് ഹാബിറ്റ്സ് അനുസരിച്ചിട്ട് ടിക്ക് മാർക്കോ ക്രോസ് മാർക്കോ കൊടുക്കുക. All creatures search for food in different ways. There are creatures that don't need food. The body features help some creatures catch their prey. All organisms are herbivores. ഇതിൽ ശരിയായിട്ടുള്ളതിന് ശരി കൊടുക്കുക, ടിക്ക് മാർക്ക് കൊടുക്കുക, തെറ്റായിട്ടുള്ളതിന് ക്രോസ് മാർക്ക് കൊടുക്കുക. ഓക്കെ. Activity 5. Creatures are different types. Creatures different type ആണ്. Given below is the list of some domestic animals and their benefits to us. Choose the correct pairs from this. Hen. ഇതിൽ ഏതാണ്? മിൽക്ക് ആണോ, സെക്യൂരിറ്റി ആണോ, പ്ലഷർ ആണോ, എയർ ആണോ, എഗ്സ് ആണോ? പീജിയൻ. ഇതിൽ ഏതാണ്? കൗ ഏതാണ്? ഡോഗ് ഏതാണ്? അപ്പോൾ മാച്ച്. ഹെൻ എന്ന് പറയുന്നത് H ആയിട്ടാണ് വരുന്നത്. അപ്പോൾ AH വരുന്നത് നോക്കുക. അടുത്ത പീജിയൻ. പീജിയൻ എന്ന് പറഞ്ഞാൽ പ്ലഷർ ആണ്. അപ്പോൾ ബി വരുന്നത് G ആയിട്ടാണ്. അപ്പോൾ AHBG വരുന്നത് നോക്കുക. അടുത്ത കൗ. കൗ എന്ന് പറഞ്ഞാൽ മിൽക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ C എന്ന് പറയുന്നത് E ആണ്. AHBGCE. അടുത്ത ഡോഗ് എന്ന് പറയുന്നത് ഫോർ സെക്യൂരിറ്റിക്കാണ്. ഓക്കെ, D ആണ്. 5A. 5B നോക്കാം. അറേഞ്ച് ദ ആനിമൽസ് ഗിവൺ ഇൻ ദ ടേബിൾ ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. സ്മോളസ്റ്റിൽ നിന്ന് ചെറുതിൽ നിന്ന് വലുതിലേക്ക് അനിമൽസിന്റെ ടേബിൾ അറേഞ്ച് ചെയ്ത് ടേബിളിലാക്കുക, അറേഞ്ച് ചെയ്യാം. Complete the list given below by including the creatures commonly found around your homes and their movements. ക്രീച്ചേഴ്സും മൂവ്മെന്റ് എങ്ങനെയാണ്? സ്നേക്ക് എങ്ങനെയാണ്? ക്രോൾ ആണ്. അടുത്ത് വാക്ക് ആണോ, അതുപോലെ ഫ്ലൈ ആണോ? അങ്ങനെ മൂവ്മെന്റ് അനുസരിച്ച് ക്രീച്ചേഴ്സിനെ തിരിക്കുക എന്നുള്ളതായിരുന്നു C ക്വസ്റ്റ്യൻ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799. ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.